ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോഴ്സിനായിരുന്നു. നമ്മുടെ ഹോണ്ട എവിയേറ്റർ വണ്ടി നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കംപ്ലയിൻറ്റ്സ് പറഞ്ഞാൽ സെൽഫിൻ്റെ കംപ്ലയിൻറ്റും അതുപോലെ സ്പീഡോമീറ്റർ കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചത് ബാറ്ററി ഫുള്ളായിട്ട് ചാർജ് ഇറങ്ങിപ്പോയിട്ടുള്ള കംപ്ലയിൻ്റ് ആയിട്ട് കാണിച്ചത്. അപ്പോൾ അതിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് അയച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ബാറ്ററി ഇരിക്കുന്നത് 2023 മോഡൽ ബാറ്ററി, വാറണ്ടിയിലുള്ള ബാറ്ററിയാണ് ഇരിക്കുന്നത്. നമ്മളത് അയച്ച് ചാർജിങ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. റീസെറ്റ് ആക്കി നോക്കിയപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി വോൾട്ട് കാണിക്കുന്നുണ്ട് 12.50 വോൾട്ടൊക്കെ ഉണ്ട്. ടെസ്റ്റ് ലോഡിലേക്ക് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ബാറ്ററി ഓക്കെയാണ്. ബാറ്ററിക്ക് നിലയിൽ ഇപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ബാറ്ററി നമ്മൾ ചാർജ് ചെയ്ത് കയറ്റി കഴിഞ്ഞപ്പോൾ സെൽഫൊക്കെ അടിക്കുന്നുണ്ട്, സെൽഫ് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിക്ക് ഇപ്പോൾ നിലവിൽ കംപ്ലൈൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൽ വണ്ടിയിൽ കയറുന്ന ചാർജ് ചെയ്തും ഓക്കെയാണ്, വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ എന്തൊക്കെ കഴിഞ്ഞാലും ചാർജ് ഓണാക്കിയിട്ട് ചാർജ് ഇറങ്ങിപ്പോയതാണോ എന്ന് അറിയില്ല കേട്ടോ. അതിൻ്റെ ചാർജ് ഓണാക്കി കഴിഞ്ഞാലും നമുക്ക് ചാർജ് വീടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കും അതിൻ്റെ ചാർജ് ഇറങ്ങിപ്പോയതാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് ചാർജ് വീടെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ എത്തിയിട്ട് കംപ്ലൈൻ്റ് അതായിരിക്കും ചാർജ് ഇറങ്ങിപ്പോയതായിരിക്കും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞാൽ അത് മീറ്ററിൻ്റെ മെക്കാനിക്കൽ ടൈപ്പാണ്. അത് മീറ്റർ അസംബ്ലി മാറ്റേണ്ടി വരും. എന്നാണ് സ്പീഡോമീറ്റർ നമുക്ക് വർക്കിംഗ് ആക്കാൻ പറ്റും. മീറ്റർ അസംബ്ലി അതിൻ്റെ കേബിളും വീലിൻ്റെ കൂടെ വരുന്ന ഈ ക്രൗണും പിനിയൻ സെറ്റും നമുക്കത് മാറ്റി കഴിഞ്ഞാലാണ് സ്പീഡോമീറ്റർ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്നത്. നമ്മൾ ബാറ്ററി മാത്രം ചാർജ് ചെയ്തിട്ട് റീസെറ്റ് ആക്കി എടുക്കാം. ഓക്കെ.